BJP ഗവൺമെൻറ്റിനെതിരായി ശക്തമായിട്ടൊരു ജനവികാരവും ആ ജനവികാരമാണ് ഇവിടെ പ്രകടിപ്പിക്കപ്പെട്ടത്. കേരളത്തിലും ഇന്ത്യയിലാകെ പ്രകടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ വികാരത്തിനൊരു ഭാഗമാണ് അടുത്ത കാലത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. BJPക്ക് ദയനീയമായ തിരിച്ചടി അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലും കാണാം. ഇപ്പോഴൊരു തിരിച്ചടി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുക. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ ഗവൺമെൻറ്, ഇന്നത്തെ ഗവൺമെൻറ് അതാണ്. എന്നാൽ മുൻകാലത്ത് ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം ഇങ്ങനെ ഏതെങ്കിലും ഒരു അനുഭവം കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കടലിൽ പോയ വള്ളം മറഞ്ഞു, ആളെ കാണുന്നില്ലെന്ന് പറയുമ്പോൾ ആദ്യം അവിടെ ഓടിയെത്തുന്ന മന്ത്രിയാണ്, ഉദ്യോഗസ്ഥന്മാരാണ്, പോലീസ്, സുരക്ഷാ സേനകളാണ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ആളുകളാണ്, സംരക്ഷണ പ്രവർത്തനങ്ങൾക്കാണ് പ്ലാൻ കൊടുക്കുന്നത്. ഇപ്പോൾ അതാണോ നടക്കുന്നത്? ഇപ്പം തർക്കത്തിന് പുറപ്പെടുകയല്ലേ. കടലിൽ പോയിരിക്കുന്നതിനെ സംബന്ധിച്ച് വള്ളം മറഞ്ഞ ആളുകളെ കാണുന്നില്ല. അത് തർക്കത്തിലേക്കാണ് പോകുന്നത്. അതിലേക്കാണോ പോകേണ്ടത്? അതൊരു ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട്, കാര്യപ്രാപ്തി ഇല്ലായ്മ, കാഴ്ചപ്പാടില്ലായ്മ. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി തന്നെ എത്രയാണ്? കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരും ഓരോ രൂപത്തിലുണ്ട്. പിന്നെ അവർ നയിക്കുന്ന ആ പാർട്ടി പല ഗ്രൂപ്പുകളുടെ ഒരു കോർഡിനേഷനാണത്. അങ്ങനെയുള്ളൊരു പാർട്ടി നയിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ അണികളും ഇതുപോലെ തന്നെയാണ്, അവരെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെയാണ്. ഇപ്പോൾ എല്ലാവർക്കും എന്ത് വേണം? അവരവരുടെ സ്ഥാനം ഉറപ്പിക്കണം. UDFലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രമോഷൻ വേണം, വഴിവിട്ട് ആനുകൂല്യങ്ങൾ നേടണം. അതിൻ്റെ പരക്കം പാച്ചലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മാനദണ്ഡം ഇവിടെ പാലിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഓൺലൈൻ മാത്രമാണ് ട്രാൻസ്ഫറും പോസ്റ്റിംഗ്. ആ സംവിധാനം രാഷ്ട്രീയം നോക്കിയിട്ടാണോ? ആളെ നോക്കിയിട്ടാണോ? ഇന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എത്രമാത്രം നീതിപൂർവമാണ് നടത്തിയത്? ആ നീതിപൂർവമായി നടത്തിയ നടപടി മുഴുവൻ തകർത്ത് ഇപ്പോൾ ഓരോ സ്ഥലത്തും എന്താ ചെയ്തിരിക്കുന്നത്? കുറേ ആളുകൾക്ക് 264 ആളുകൾക്ക് 2 ആഴ്ച മുമ്പ് ട്രാൻസ്ഫർ കൊടുത്തു. ട്രാൻസ്ഫർ കൊടുത്തപ്പോഴാണ് ഈ ട്രാൻസ്ഫറുമായിട്ട് പോകുമ്പോൾ അവിടെയുള്ള പഞ്ചായത്ത് സെക്രട്ടറി, കോർപ്പറേഷൻ സെക്രട്ടറി, മുനിസിപ്പൽ സെക്രട്ടറി അയാൾ അവിടെ തന്നെയുണ്ട്. അയാളെ വരെ ഇവിടത്തേക്ക് മാറ്റിയിട്ടില്ല. ഇവർ ഓർഡറും കൊണ്ട് അവിടെ പോയി എവിടെയായിരിക്കുക? എന്തെങ്കിലും ഒരു ധാരണ വേണ്ടേ? എന്തെങ്കിലും ഒരു വ്യക്തത വേണ്ടേ? ഇതെന്തൊരു വെള്ളരിക്ക പട്ടണം? ഇതൊരു വെള്ളരിക്ക നാടാണോ കേരളം? ട്രാൻസ്ഫർ നടത്തുക, അവർ പോകുമ്പോൾ അവിടെ ആ കസേരയിൽ വേറെ ആൾ, കുറച്ച് കഴിയുമ്പോൾ അയാളും അവിടെ വേറൊരാൾ കൂടി വരുന്നു, 3ാമത്തെ ആൾ വരും. എന്ത് പരിഹാസമാണ് ഇവിടെ നടക്കുന്നത്? എന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത്? ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത് കൂടുതൽ മനസ്സിലാക്കാൻ ഈ സാഹചര്യങ്ങൾ ഉപകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സമരത്തെ ആക്ഷേപിച്ച TG മോഹൻദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. BJP വലിയ പ്രതിഷേധമായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അല്ല, BJP RSS അത്തരത്തിലൊരു സംഘടനയാണെന്ന് കണക്കാക്കിയാൽ മതി. അവർ സ്ത്രീത്വത്തെ മാനിക്കുന്നവരല്ല. എത്ര തെറ്റായിട്ടാണ് അദ്ദേഹം മോഹൻദാസ് പറഞ്ഞത്? ഡൽഹിയിൽ സമരം നടത്തുന്നവരെ വെടിവെച്ച് കൊല്ലണം. BJPക്ക് RSSനല്ലാതെ മറ്റാർക്കെങ്കിലും ന്യായീകരിക്കാൻ സാധിക്കുമോ? ആ പാർട്ടിയെ ജനങ്ങൾ തിരിച്ചറിയട്ടെ. ഈ മോഹൻദാസിനെ സംരക്ഷിക്കാൻ വേണ്ടി പുറപ്പെടുന്ന RSS സംഘപരിവാർ BJPയുടെ നയം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്ത്രീകളെ, അവിടെ സമരത്തിലിരിക്കുന്ന യുവതികളെ ബലാത്സംഗം ചെയ്യണം. എത്ര നെറികെട്ട വാക്കുകളാണിത്! സ്ത്രീത്വത്തെ അവമാനിക്കുന്നതല്ലേ? എന്നിട്ട് ആ നേതാക്കന്മാരെ ന്യായീകരിക്കാൻ, അവർക്ക് വേണ്ടി പരിപാടികൾ സംഘടിപ്പിക്കാൻ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കുക? അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ നിലവാരം അതാണ് എന്ന് മനസ്സിലാക്കുക. വേറെ എന്താ? രാജ്യം മുഴുവൻ പ്രക്ഷോഭത്തിലാണ്. ഇല്ലെങ്കിൽ ജനങ്ങൾ സംഘടിതമായി മുന്നോട്ട് വരും. അതിനെ ഭയന്നിട്ടാണ് ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണത്. അതെനിക്ക് തോന്നുന്നത് RSSും BJPയുമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എവിടെയോ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ അറസ്റ്റ് ചെയ്തില്ല? എത്ര ദിവസമായി അറസ്റ്റ് ചെയ്തു?